ഹായ് മച്ചാമാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു 8 മിനിറ്റ് കുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് വയനാടൻ പോത്തുകാലല്ല, ഇത് മലപ്പുറത്തിൻ്റെ സ്വന്തം പോത്തുകാല എന്നുണ്ടാക്കാൻ പോകുന്നത്. വയനാടൻ പോത്തുകാലിന് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു 8 മിനിറ്റ് ഈ വീഡിയോക്ക് വേണ്ടി ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. അപ്പോൾ ഓക്കെ, വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്ത് പോകല്ല മച്ചാനെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിലോട്ട് പോകാം നമുക്ക്. ഇത് തന്നെ ആക്ഷൻ ബ്ലേഡ് വെച്ചുകൊണ്ട് നമുക്ക് കട്ട് ചെയ്യണം. കത്തി കൊണ്ട് കട്ട് ചെയ്താലേ എല്ല് പൊടിഞ്ഞു പോകും. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നഷ്ടമാവും നമുക്ക്. അപ്പോൾ നമുക്കിത് ഫുള്ള് കട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ പൾപ്പ് ചാടി. ഇതാണ് മക്കളെ നമ്മളെ ഇതിങ്ങനെ കിട്ടണം. അപ്പം മച്ചന്മാരെ നമുക്കിത് നല്ല വൃത്തിയായി കഴുകി എടുക്കണം. ഓക്കെ, അപ്പം നമുക്കിത് കഴുകി എടുക്കാലോ. കട്ട് ചെയ്യാം. അപ്പം മച്ചന്മാരെ നമ്മൾ തീ കത്തിക്കാൻ പോവാണ്. മലപ്പുറം പോത്തുംകാൽ അല്ലേ? ആദ്യം ഞങ്ങൾ കുറച്ച് വെളിച്ചെണ്ണ വരും അല്ലേ? കുറച്ച് വലിയുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം, ജീരപ്പൊടി, ഒരു ആവശ്യത്തിന്. അപ്പം നമ്മളെ പോത്തുംകാൽ ഇടാൻ പോവാം. ഇതിൽ 2 മണിക്കൂർ നിൽക്കട്ടെ. നമുക്ക് നന്നായിട്ട് വേണം. ഓക്കെ, നമുക്ക് കടിച്ച് വെച്ചോളൂ. ഇറക്കുന്ന മാറ്റി കൊടുക്കണം. അപ്പോൾ മച്ചാമാരെ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യാണ്ട്. തേങ്ങയും ചെറിയ ഉള്ളിയും പിന്നെ ജീരകം നന്നായിട്ട് വാട്ടിയെടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ലൊരു ഗ്രേവി രൂപത്തിലാക്കിയെടുത്ത് ലാസ്റ്റ് വേഗം നേരത്തെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, കുരുമുളക്,
തേങ്ങ അരച്ച് ഇതാണ് ഇതിൻ്റെ മർമ്മം. ഇതാണ് ഇതിൻ്റെ മർമ്മം. നന്നായിട്ട് തിളക്കുക. കിടന്ന് വേഗം ഇതാണ് മച്ചന്മാരെ ഞാൻ പറഞ്ഞത് മലപ്പുറം പോത്തുകാലിൻ്റെ പ്രത്യേകത. ദമ്മിട്ടാണ്ടാണ് പോത്തുംകാൽ ഉണ്ടാക്കുന്നത്. കത്തിയാണോ? അതാ അത് കാരണം വെളുത്ത സാധനമായി തന്നെയാണ് സംഭവം. അപ്പോൾ അച്ഛന്മാരെ അടുത്ത വീഡിയോ കാണാം. ബുദ്ധിയും കിട്ടിയതായിട്ട് വീഡിയോ വരുമെന്ന് പ്രതീക്ഷയോടെ. ബൈ 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 പറയാം. ബൈ ബൈ.